Hey guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷവോമിയുടെ ഏറ്റവും പുതിയ മോഡലായ Mi 10 ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ആയി കഴിഞ്ഞു. സോ ആ മോഡലിന്റെ ചെറിയൊരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുവാൻ വേണ്ടി പോകുന്നത്. ഗൈസ്, മനോഹരമായ ഒരു ബ്ലാക്ക് ബോക്സിലാണ് നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കവർ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഓഡിയോ ജാക്ക് ഇല്ല ഈ ഫോണിന്. അതിന് പകരമായി സി ടൈപ്പ് ഓഡിയോ ജാക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ യൂസർ മാനുവൽ അതുപോലെ തന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് കേസും കൂടിയുണ്ട്. ഓക്കെ, സിം ഇജക്റ്റിംഗ് ടൂൾ നിങ്ങൾക്ക് ഇതിൽ കാണുവാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഫോണിനെ ഒന്ന് മാറ്റി വെക്കാം. ഇതിനുള്ളിൽ വരുന്ന അഡാപ്റ്റർ സി ടൈപ്പ് അഡാപ്റ്ററാണ്, ചാർജിങ് അഡാപ്റ്റർ. ഓക്കെ, ചാർജറും വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജറാണ് ഗൈസ്, അതായത് 65 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ, പവർഫുൾ ചാർജർ നമുക്ക് ഈ ഒരു ഫോണിനൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഫോണിനെ ഒന്ന് കയ്യിലെടുക്കാം. വളരെ മനോഹരമായ ഒരു ഡിസൈനിലാണ് ഈ ഫോണിനെ ഷവോമി നിർമ്മിച്ചിരിക്കുന്നത്. 4 ക്യാമറകൾ, അതായത് 3 ക്യാമറ താഴെയും ഒന്ന് അതിന് താഴെ സെപ്പറേറ്റ് ആയും അതിന് താഴെ ഫ്ലാഷും, അങ്ങനെയാണ് ഇതിൻ്റെ ക്രമീകരണം. കോറൽ ഗ്രീൻ, ട്വിലൈറ്റ് ഗ്രേ എന്നീ 2 കളറുകളിൽ നമുക്ക് ഈ ഫോൺ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഗൈസ്, ഒരു കാര്യം, ഈ മോഡൽ ഇന്ത്യയിൽ ഇറങ്ങിയതല്ല, ഇതുമായി ചെറിയ ചില വ്യത്യാസങ്ങൾ ഇന്ത്യയിലെ Mi 10 ഉണ്ടായേക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ സിം സ്ലോട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഹൈബ്രിഡ് സ്ലോട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. 2 വേരിയൻറ്റുകളിൽ ഈ ഫോൺ നമുക്ക് അവൈലബിൾ ആണ്. 8GB 128GB, 8GB 256GB. അപ്പോൾ നമുക്ക് ഈ മോഡലൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഗൈസ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു 3D കർവ്ഡ് E3 AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് ഷവോമി നൽകിയിരിക്കുന്നത്. 90 Hz റിഫ്രഷ് റേറ്റും ഉണ്ട്. നല്ല സ്മൂത്തായി തന്നെ നമുക്കിത് ഉപയോഗിക്കുവാനും കഴിയും. 1080x2340 പിക്സൽ റെസൊല്യൂഷനിൽ 6.67 ഇഞ്ച് സൈസാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനുമുണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഫേസ് ലോക്ക് ആൻഡ് ഫിംഗർ പ്രിൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഈ ലോക്ക് ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ ഫേസ് ലോക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് വളരെ ഫാസ്റ്റ് ആണ് ഇതിൻ്റെ ഈ ഫേസ് ലോക്കിൻ്റെ പ്രവർത്തനം. ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെയാണ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. എങ്കിൽ പോലും നിങ്ങൾക്കിത് കാണുവാൻ കഴിയും, ജസ്റ്റ് വിരൽ വയ്ക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ലോക്ക് ഓപ്പൺ ആവുന്നുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 865 ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആയിട്ടുള്ള MIUI 11 ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ആരും പേടിക്കേണ്ട, പക്ക പവർഫുൾ പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോൺ കാഴ്ചവെക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ബാക്കി എല്ലാ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഫോണിൻ്റെ മെയിൻ ഭാഗമായ ക്യാമറയിലേക്ക് വരാം. ഗൈസ്, 108 മെഗാ പിക്സലിൻ്റെ ഒരു പവർഫുൾ ക്യാമറയാണ് ഷവോമി ഇതിൽ നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു ഫോണിൽ ഇത്രയധികം മെഗാ പിക്സലുള്ള ക്യാമറ വരുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാധാരണ ഫോണിൽ വരുന്നത് പോലെയുള്ള എല്ലാ ഓപ്ഷനും ക്യാമറയിൽ, ഷവോമിയുടെ ക്യാമറയിൽ വരുന്ന എല്ലാ ഓപ്ഷനും ഇതിലുണ്ട്. നേരത്തെ ഇപ്പോൾ നോട്ട് 7 പ്രോയിലൊക്കെ കണ്ടതുപോലെ 48 മെഗാ പിക്സൽ സെപ്പറേറ്റ് എടുക്കുവാനുള്ള ഒരു മോഡ്, അതുപോലെ തന്നെ ഇതിൽ 108 മെഗാ പിക്സൽ സെപ്പറേറ്റ് എടുക്കുവാനുള്ള ഒരു മോഡ് നൽകിയിട്ടുണ്ട്. ഫോട്ടോ, വീഡിയോ, ഷോർട്ട് വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഡയറക്റ്റ് സൂമിങ്ങിനുള്ള ഓപ്ഷനും ഇവിടെ നൽകുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യമേ വരുന്ന ലെൻസ് 2MBയുടെ ഡെപ്ത് സെൻസറാണ്. രണ്ടാമതായി വരുന്നത് 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസാണ്. മൂന്നാമതായി വരുന്നത് 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ്. ഏറ്റവും അവസാനമായി സെപ്പറേറ്റ് വരുന്നത് 2MBയുടെ മാക്രോ ലെൻസാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ്. 20 മെഗാ പിക്സലിൻ്റെതാണ് ഫ്രണ്ട് ക്യാമറ. ഇനി ഇതിൽ നിന്നും ക്യാപ്ചർ ചെയ്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും നിങ്ങളൊന്ന് കണ്ടു നോക്കും. എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, ക്യാമറ എത്രത്തോളം ക്വാളിറ്റി നൽകുന്നുണ്ട് എന്ന് ഈ ഫോട്ടോസും വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ആയിരിക്കും. Mi 10 5Gയുടെ 8GB 128GB വേരിയൻറ്റിന് ഇന്ത്യയിലെ വില എന്ന് പറയുന്നത് 49,999 രൂപയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 8GB റാം 256GB വേരിയൻറ്റിന് 54,999 രൂപയാണ് വന്നിരിക്കുന്നത്. വിലയുടെ കാര്യത്തിൽ എന്തായാലും കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ഇനി നമുക്ക് കണ്ടറിയാം ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് എത്രത്തോളം ഹിറ്റ് ആവുമെന്ന്. ഇനി പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കാം. 4780 mAhൻ്റെ ബാറ്ററിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ തന്നെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടാണ്. 5 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഇതിലുണ്ട്. അതായത് ഈ സ്മാർട്ട് ഫോണിനെ നിങ്ങൾക്ക് ഒരു പവർ ബാങ്ക് പോലെയും ഉപയോഗിക്കുവാൻ കഴിയും. എന്തായാലും വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. Mi 10 5G എന്ന ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.